ഈ ഒരു ക്ഷേത്രപ്രവേശന ദിനം ഞാൻ നേരത്തെ പറഞ്ഞു, ഗുരുസ്വാമിയാണ് അത് നമ്മളോട് സൂചിപ്പിച്ചു. ഗുരുസ്വാമി എല്ലാ ചൊവ്വാഴ്ചയും 11 മണിക്ക് ടോക്കിംഗ് പാർലറിനും എല്ലാ വ്യാഴാഴ്ചയും വൈകുന്നേരം 4 മണിക്ക് ഗുരുവായൂർ പെരുമയ്ക്കും കൃത്യമായി മുടങ്ങാതെ വന്നുകൊണ്ടിരിക്കുന്ന വ്യക്തിത്വമാണ്. ഇപ്പോൾ വേണേട്ടനും ചെന്നേട്ടനൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിലെ നമുക്കിത്തരം ചരിത്രങ്ങളും ഈ ഐതിഹ്യങ്ങളൊക്കെ പറഞ്ഞു തരാം ഒരുപാട് ആളുകളുണ്ട് എന്നൊരു തോന്നലുണ്ടായിരുന്നു. ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ അറിയുന്ന വളരെ അപൂർവ ആളുകളുടെ ഒരാളാണ് ഗുരുസ്വാമി. ഗുരുസ്വാമിയെ സ്നേഹത്തോടു കൂടി മുഖ്യ പ്രഭാഷണത്തിനായിട്ട് ക്ഷണിക്കും. ബഹുമാനപ്പെട്ട യോഗാധ്യക്ഷൻ ചങ്കത്ത് രവി, ഉദ്ഘാടകൻ രാമാനന്ദൻ, മറ്റ് എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. 79 വർഷങ്ങൾക്ക് മുമ്പ് ഈ ദിവസം ഗുരുവായൂർ ക്ഷേത്ര പ്രവേശനം സാധിച്ചു. എന്താണ് അതിൻ്റെ കാര്യം, എന്തായിരുന്നു അതിൻ്റെ പ്രത്യേകത എന്നാണെങ്കിൽ ഇന്നത്തെ തലമുറയ്ക്ക് നമുക്കൊന്നും അതിനെപ്പറ്റി അതിൻ്റെ പ്രാധാന്യവും പ്രസക്തിയൊന്നും അത്ര അറിഞ്ഞോണമെന്നില്ല. കാരണം അത് നമ്മളെല്ലാവരും അമ്പലത്തിൽ പോകാൻ തൊഴുന്നു, അത്രയേ ഉള്ളൂ. അന്നങ്ങനെയല്ല. നമ്മുടെ ഹിന്ദു സഹോദരന്മാർക്ക് എല്ലാവർക്കും ക്ഷേത്രത്തിൽ പ്രവേശിക്കാനുള്ള അധികാരം അവകാശം ഉണ്ടായിരുന്നില്ല. അതായത് ഹിന്ദുക്കൾ തന്നെ സവർണർക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അവർണർക്കില്ല. അങ്ങനെ ഒരു കാലഘട്ടമായിരുന്നു. അവർക്ക് പ്രവേശനമില്ല. അപ്പം അങ്ങനെ അതിനെതിരായിട്ട് അന്നത്തെ നമ്മുടെ സവർണരായിട്ടുള്ള ആൾക്കാർ തന്നെയാണ് അത് മുൻകൈയെടുത്ത് അതിനുവേണ്ടി നയിച്ച ഒരു ഇതായിരുന്നു ക്ഷേത്രപ്രവേശന സത്യാഗ്രഹം. ക്ഷേത്രപ്രവേശന സത്യാഗ്രഹം ആരംഭിച്ചത് നേരത്തെ 1931 നവംബർ 1-ാം തീയതിയാണ് ആരംഭിച്ചത് എന്ന് പറഞ്ഞു. അപ്പം അതിനു മുമ്പ് തന്നെ അതിനൊരു പെട്ടെന്ന് അന്ന് തുടങ്ങിയതല്ല. അതിനു മുമ്പ് തന്നെ ഒരു അഭിപ്രായ സ്വരൂപീകരണമൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ മുന്നോടിയായിട്ട് ഈ ഇവിടെ തിരുവിതാംകൂറിലെ വൈക്കം സത്യാഗ്രഹം 24-ാണ് തുടങ്ങിയത്. അതിൻ്റെ വൈക്കം സത്യാഗ്രഹം 1924-ലാണ് ആരംഭിച്ചത്. അത് അവിടെ 1936 നവംബർ 12-ാം തീയതി വൈക്കം സത്യാഗ്രഹം ഇതിന് പ്രവേശനം നടന്നു. നമ്മുടെ മഹാരാജാവിൻ്റെ വിളംബരം വന്നു. ഇപ്പോൾ ഗുരുവായൂർ ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട 3-4 ഘടകങ്ങളുണ്ടായിരുന്നു. ഇന്നത്തെ ആധ്യാത്മിക കാര്യത്തിൽ മാത്രമല്ല, ഭൗതികമായാലും സാംസ്കാരികമായാലും കലാപരമായിട്ടുള്ളൊക്കെ അഭിവൃദ്ധിക്ക് വിധാനമായ 2-3 കാര്യങ്ങളുണ്ട്. അതിൽ ഒന്ന് 1952 മകരത്തിൽ മകരം നാള് നടന്ന സ്വർണ്ണക്കൊടിമരം സ്ഥാപിക്കുക. അതിന് ശേഷമാണ് ഈ ഐശ്വര്യം ഇങ്ങനെ വന്നതെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്, വർദ്ധിച്ചു വന്നത്. അതുപോലെ അഗ്നിബാധ 70 നവംബർ 29-ാം തീയതി രാത്രി നടന്ന ക്ഷേത്രത്തിലുണ്ടായ അഗ്നിബാധ, ആ കത്തി കയറുക എന്ന് പറയില്ലേ, അങ്ങനെ ഒരു ഇതായിരുന്നു. അതിനുശേഷമാണ് ഇത്രയും പ്രചാരവും തിരക്കും കാര്യങ്ങളൊക്കെ വന്നത്. പിന്നെ അതുപോലെ തന്നെ അതിനോട് തുടർന്ന് തന്നെ 1971 മാർച്ച് 10-ാം തീയതി ഉണ്ടായ ഭരണമാറ്റം. അന്ന് ട്രസ്റ്റിമാരായിരുന്നു ഗുരുവായൂർ ദേവസ്വം ഭരിച്ചിരുന്നത്. കോഴിക്കോട് സാമൂതിരിപ്പാടും മല്ലിശ്ശേരി